തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്പൂരിയിൽ എത്തിച്ചേരാം. 2-3 വഴികളിലൂടെ അമ്പൂരിൽ എത്തിച്ചേരാം. കള്ളിക്കാട് ഡാമിൻ്റെ സൈഡിലൂടെയുള്ള വഴിയെയാണ് ഞങ്ങൾ പോയത്. ഇതുവഴി പോയാൽ ഡാമിൻ്റെ ഭംഗിയും പച്ച പരവതാനി വിരിച്ച് കിടക്കുന്ന മലനിരകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ഡാമിൻ്റെ സൈഡിൽ കുളിക്കുവാനുള്ള ഒരു സൗകര്യമുണ്ട്. കണ്ടോ, അവിടെ കുറച്ച് ഭാഗത്ത് ആൾക്കാരൊന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലൊന്നായ അമ്പൂരിക്ക് തൊട്ടടുത്തുള്ള കുട്ടമലയ്ക്ക് സമീപത്തായാണ് ഞണ്ടുപാറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഞണ്ടുപാറ ഗുഹാക്ഷേത്രത്തിലേക്കാണ്. കുട്ടമല SNDP ശാഖാ മന്ദിരത്തിനടുത്തെത്തിയതിനു ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയാൽ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. മഴ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല വഴുക്കലുണ്ടാവും. ചെറിയൊരു ട്രക്കിങ്ങിലൂടെ മാത്രമേ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മഴ സമയത്ത് മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഇഷ്ടപ്പെടും. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്ന് അധികം ആർക്കും അറിയത്തില്ല. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഇടം കൂടിയാണിത്. പ്രായമുള്ളവരും കുട്ടികളും ഇവിടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ആദ്യമൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കും. കുറച്ചുകൂടെ മുകളിലേക്ക് എത്തുമ്പോൾ അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പുകളെല്ലാം നമ്മുടെ ഈ പാറക്കല്ലുകൾ കൊണ്ടുള്ള സ്റ്റെപ്പുകളാണ്. അതിലൂടെ വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാൻ. ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ നടന്നാൽ മാത്രമേ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് നല്ല വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് പാറയുടെ ഉള്ളിലുള്ള ഒരു ഗുഹയും നമുക്ക് കാണാവുന്നതാണ്. പകൽ സമയത്ത് നല്ല വെയിലായതിനാൽ പുലർച്ചയ്ക്കോ വൈകുന്നേരമോ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. പല പല ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണിത്. ഞണ്ടിൻ്റെ വായുടെ ആകൃതിയിലുള്ള പാറയിൽ നിന്നുമാണ് ഈ ക്ഷേത്രത്തിന് ഞണ്ടുപാറ ഗുഹാക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. വേറൊരു ചരിത്രം കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട്. എത്ര കടുത്ത വേനലായാലും ഒരിക്കലും പറ്റാത്ത നീരുറവയാണ് ഇവിടെയുള്ളത്. പണ്ട് കാലത്ത് വളരെ ദൂരത്തുള്ള ഊരിൽ നിന്ന് പോലും ഇവിടെ നിന്നും ജലമെടുക്കാൻ വന്നിരുന്നു. ഒരിക്കൽ ഇവിടെ നിന്നും ജലമെടുക്കാൻ എത്തിയപ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഒരു സ്വർണ്ണഞണ്ടിനെ കണ്ടു. സ്വർണ്ണഞണ്ടിൻ്റെ സാമീപ്യം കൊണ്ടാണ് ഇവിടുത്തെ ജലം വറ്റാത്തതെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതിനുശേഷം വെള്ളമെടുക്കാൻ വന്നിരുന്നവർ ഈ ഞണ്ടിനെയും വണങ്ങിയ ശേഷമാണ് തിരികെ പോരുന്നത്. പതിയെ പതിയെ അവർ ആ ഞണ്ടിനെയും ആരാധിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ പാറ ഞണ്ടുപാറ എന്നറിയപ്പെട്ടത്. കുറച്ചു കാലത്തിന് ശേഷം ജലക്ഷാമം മാറിയപ്പോൾ ഇവിടേക്ക് ആരും വരാതെയായി. കാലങ്ങൾ കടന്നുപോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ജലക്ഷാമം നേരിടേണ്ടി വന്നു. ആ സമയത്താണ് ഞണ്ടുപാറയെപ്പറ്റി വീണ്ടും ജനങ്ങൾ ഓർത്തത്. ആ സമയത്ത് ജനങ്ങൾ വീണ്ടും ഞണ്ടുപാറയുടെ അടുത്തെത്തി. അപ്പോഴേക്കും ഞണ്ടുപാറയിലെ ജലത്തിൻ്റെ അളവ് നന്നായി കുറഞ്ഞിരുന്നു.
സ്വർണ്ണ ഞണ്ടിനെയും കാണാനില്ലായിരുന്നു. അതിനുശേഷം അവർ അവിടെ പ്രാർത്ഥനാമൂർത്തികളെ സ്ഥാപിക്കുകയും വെള്ളത്തിനായി പ്രാർത്ഥിക്കുകയും പൊങ്കാലർപ്പിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയിലൂടെ മഴ ലഭിക്കുകയും വെള്ളത്തിൻ്റെ ക്ഷാമം മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 3 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ക്ഷേത്രമാണിത്. ആഗ്രഹ സാഫല്യത്തിനായി ആൽമരത്തിൽ മണി കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിനടുത്ത് നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് സഞ്ചരിച്ചാൽ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പൂരി ഗ്രാമത്തിൻ്റെ ഭംഗിയും മേഘങ്ങളെ തട്ടി തലോടി കിടക്കുന്ന മലനിരകളും എല്ലാം കാണാനും ആസ്വദിക്കാനും സാധിക്കും. ട്രക്കിംഗ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. കാരണം അത്രമാത്രം മനോഹരമാണ് ഈ സ്ഥലം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട് നമ്മൾ അതിശയിച്ചു പോകും. അത്രമാത്രം മനോഹരമാണ് ഇവിടം. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് പോകുമ്പോഴും വളരെയധികം സൂക്ഷിച്ചു വേണം ഇറങ്ങിപ്പോകാൻ. പാറയുടെ മുകളിലേക്ക് കയറിയതുപോലെ അത്ര ഈസിയല്ല താഴേക്ക് ഇറങ്ങാൻ. കാരണം പാറക്കല്ലുകൾ കൊണ്ടുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് കാലൊക്കെ സ്ലിപ്പാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം താഴേക്ക് ഇറങ്ങാൻ. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അധികം ആളുകൾ ആരും എത്തിപ്പെടാത്തതും ഒരുപാട് ചരിത്ര രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതുമായ ഒരുപാട് സ്ഥലങ്ങൾ. അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ. ട്രിവാൻഡ്രം മിഷ സൈനിങ് ഓഫ്.